ഇന്നത്തെ റെസിപ്പി ഷുഗർ ഫ്രീ കോക്കനട്ട് ഹൽവ. ഈസിയാണ്, ടേസ്റ്റിയാണ്. വെൽക്കം ടു റെന്നസ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു മിക്സി ജാറിലേക്ക് 2 ഫ്രോസൺ ബനാനാസ് ആഡ് ചെയ്യണം. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഞാലിപ്പൂവനാണ്. പിന്നെ അതിലേക്ക് 1 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 2-3 ഡേറ്റ്സ് സീഡ്ലെസ് ആണ്, അത് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. 2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളിത് നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം കേട്ടോ. ഗ്രൈൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് വഴറ്റിയെടുക്കുന്നത്. അപ്പം ഞാനത് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. ഇത് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അരിപ്പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഇടുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ കാഷ്യൂ ഇട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. പിന്നെ കുറച്ച് ഡ്രൈ ഗ്രേപ്സ് ഇടുന്നത്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം, ഫ്ലേവേഴ്സ് അനുസരിച്ച് കേട്ടോ. നമ്മുടെ കാഷ്യൂവും ഡ്രൈ ഗ്രേപ്സും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് കോരിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും വേറെ മധുരം ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഇതിൽ കിടന്നൊന്ന് നല്ലോണം വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ ഇതിൽ ഷുഗർ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ബെല്ലാണ് ആഡ് ചെയ്യുന്നത്. ആ ബെല്ലത്തിൻ്റെ പൊടി ആഡ് ചെയ്താൽ മതി കേട്ടോ. ബെല്ലത്തിൻ്റെ പൊടിയും ഈ തേങ്ങ എല്ലാം കൂടി അരച്ചാൽ മതി. നമ്മൾ ഷുഗർ ആഡ് ചെയ്യാത്ത കാരണമാണ് പഴുത്ത പഴം ആഡ് ചെയ്യുന്നത്. ഇതൊന്ന് കുക്കായി വരുന്ന സമയം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ തേങ്ങാപ്പാലോ അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല. ആ ഉള്ള തേങ്ങയിൽ ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് അരച്ചെടുത്തതേ ഉള്ളൂ കേട്ടോ. നമ്മൾ ശർക്കര ശരിക്കും നല്ല ബ്രൗൺ കളർ, ശരിക്കും നമ്മുടെ അലുവയുടെ കളറിൽ വരും. ഇത് നമ്മൾ ബെല്ലം ഇടുകയാണെങ്കിൽ നല്ല കളർ ചേഞ്ച് വരും. ഇതിപ്പോൾ നമ്മൾ ബെല്ലൊന്നും ഇടാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി അരിപ്പൊടി ചേർത്തിട്ടുള്ള അതും അതിൻ്റെ ഒരു കളർ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ കാഷ്യൂ ഡ്രൈ ഗ്രേപ്സ് ഇടാം. കാഷ്യൊക്കെ ഒന്ന് നല്ലോണം എല്ലായിടത്തും മിക്സ് ആവാനൊന്ന് ചെയ്ത് കൊടുക്കാം. ഹൽവ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കോക്കനട്ട് ഹൽവ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഷുഗർ ഫ്രീ കോക്കനട്ട് ഹൽവ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുക്ക് ഇറ്റ് ലവ് ആൻഡ് കെയർ. ബൈ. ടേക്ക് കെയർ.